തിരുവനന്തപുരം SK ആശുപത്രിക്കെതിരെ ആരോപണവുമായി കൂടുതൽ പേർ രംഗത്ത്. രോഗികൾ എത്തിയാൽ കൃത്യമായ ചികിത്സ നൽകുന്നില്ലെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം നെഞ്ചുവേദനയുമായി എത്തിയ പാലോട് സ്വദേശി അഖിൽ മോഹൻ ചികിത്സ കിട്ടാതെ മരിച്ചിരുന്നു. അഖിലിന്റെ മരണത്തിന് പിന്നാലെയാണ് SK ആശുപത്രിക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നത്. അഖിലിന്റെ ബന്ധുക്കളുടെ പരാതിയിൽ പൂജപ്പുര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. രണ്ട് ഡോക്ടർമാരെ കൺമുമ്പിൽ വെച്ച് കണ്ടോണ്ടിരിക്കണം. ഒരു റിയാക്ഷനും ഇല്ല അവർക്ക്. രണ്ട് ഓക്സിജൻ മാസ്ക് അല്ലാതെ അവർ വേറെ ഒന്നും വെച്ചിട്ടില്ല. വേറെ ആൻജിയോഗ്രാം തീരാന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ആൻജിയോഗ്രാമിന് ഇന്നലെ ഇവിടുത്തെ മിഷ്യൻ കംപ്ലൈന്റ് ആയിരുന്നു. അത് ഇവർ വരുമ്പോൾ നമുക്ക് പറയാമായിരുന്നു. നമ്മൾ വേറെ ആശുപത്രി കൊണ്ടുപോകും, നമുക്ക് ഇവിടെ തന്നെ ചികിത്സിക്കണോ നിർബന്ധമില്ല. അത് അവർ പറഞ്ഞിട്ടില്ല. തിങ്കളാഴ്ച രാത്രിയോടെയാണ് പാലോട് സ്വദേശിയും അരുവിക്കരയിൽ താമസക്കാരനുമായ അഖിലിനെ SK ആശുപത്രിയിലെത്തിച്ചത്. മെഡിക്കൽ കോളേജിൽ അസൗകര്യങ്ങൾ പറഞ്ഞു മടക്കിയതോടെയാണ് SKയിലെത്തിച്ചത്. എന്നാൽ വേണ്ട ചികിത്സ കിട്ടാതെ അഖിൽ മരിച്ചു. അഖിലിന്റെ മരണത്തിന് പിന്നാലെ കൂടുതൽ പേർ SK ആശുപത്രിക്കെതിരെ രംഗത്തു വന്നു. അഖിൽ മരിച്ച അന്നേ ദിവസം ചികിത്സ കിട്ടാതെ മരിച്ച കൊടപ്പനക്കുന്ന് സ്വദേശി പ്രമോദിന്റെ കുടുംബം പറയുന്നത് കേൾക്കാം. അവർ ആൻജിയോപ്ലാസ്റ്റി മെഷീൻ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു നമ്മളോട്. ഐ വാസ് ഓക്കെ വിത്ത് ദാറ്റ്. കാരണം അവർ ഈ മരുന്ന് കൊടുത്ത് കുറച്ച് നേരത്തിനകത്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള മെഷീൻ റെഡിയാക്കി അത് ചെയ്യുമെന്ന് രാവിലെ നമ്മളോട് പറഞ്ഞായിരുന്നു. പക്ഷേ ഈവനിങ് ആയപ്പോഴത്തേക്കും കാത്ത് ലാബ് റെഡിയായി. അപ്പോൾ ഈവനിങ് കാത്ത് ലാബ് റെഡിയായെങ്കിൽ സീരിയസ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അഖിലിന്റെ മരണത്തിൽ പൂജപ്പുര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രമോദിന്റെ കുടുംബവും ഇന്ന് SK ആശുപത്രിക്കെതിരെ പോലീസിൽ പരാതി നൽകും. റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.